ഹലോ ഹായ്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ പറഞ്ഞു, അമ്മ അവിടെ ഒരു കോഴീൻ്റെ മുട്ടയുണ്ട്, കാണിച്ചു തരാൻ വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് വീട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു വഴീൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ കോഴി അടയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂവൻ കോഴി അവിടെ ഉണ്ടെങ്കിൽ പെട്ട് പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം കോഴികളില്ല കേട്ടോ, 2 കോഴി അവിടെ ഇല്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ മുട്ട. അത് കഴിഞ്ഞ് ഇവന്മാരിങ്ങനെ ഓടുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിറയുണ്ട് അവിടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ആ ചിറ കാണാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇത് എൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ റോട്ടിലേക്ക് പോവുകയാണ്. റോഡ് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ചിറ. അപ്പോൾ ഞങ്ങൾ ഈ റോട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ കാണാം ഒരു വെള്ളക്കെട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റോഡ് മുറിച്ച് കിടക്കുകയാണ്. ചേച്ചീൻ്റെ മോനും ഉണ്ട്, എൻ്റെ 2 ആളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആ കാണുന്നതാണ് കേട്ടോ ചിറ. അപ്പോൾ ചിറേൻ്റെ അവിടെ മീനുണ്ട് എന്നാണ് അവന്മാർ പറയുന്നത്. അപ്പോൾ പോയി നോക്കാം എന്ന് വിചാരിച്ച് പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി അവിടെ പോവണ്ടായിരുന്നു എന്ന്. കാരണം ഇവന്മാർ ഞാനില്ലാത്തപ്പോൾ എങ്ങാനും ഒറ്റയ്ക്ക് വന്നാലോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ എനിക്ക്. അപ്പം നോക്കുമ്പോൾ കുറേ നിറച്ച് മീനാണ്. അപ്പോൾ നമ്മൾ കല്ലെറിയുമ്പോൾ അവർ തീറ്റയാണെന്ന് വിചാരിച്ചിട്ട് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ മോൻ പറഞ്ഞു നമുക്കൊരു റൗണ്ട് നടന്നിട്ട് വരാമെന്ന്. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടൊന്നും തോന്നില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു. ടാറ്റാ ബൈ.